ഉണ്ട്? 8. അതിനായിട്ട് മൊത്തം എത്ര സീറ്റ് കൊടുത്തിരിക്കുന്നു? 8 സീറ്റ്. അപ്പൊ രാജ്യസഭ പരമാവധി എണ്ണം 250. നോമിനേഷൻ 230. 12. നോമിനേഷൻ 12. അപ്പൊ ആകെ എത്രയാണ്? 250. നോമിനേഷൻ 12. ഇലക്ഷൻ 238. സ്റ്റേറ്റിന് പറഞ്ഞില്ല. ഓക്കെ, നിലവിലെ എണ്ണം 245. നോമിനേഷൻ 12. ഇലക്ഷൻ 233. സ്റ്റേറ്റിന് 225. യുടിക്ക് 8 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള യുടി ഉത്തർപ്രദേശ്. ഇന്നലെ രാത്രി 11:05 അതേതാണ്? അത് ഡൽഹിയാണ്. ഡൽഹി എത്ര സീറ്റാ? ഡൽഹിക്ക് എത്ര രാജ്യസഭാ സീറ്റുകളുണ്ട്? എത്രയാണ്? അത് 4 രാജ്യസഭാ സീറ്റുകൾ. അങ്ങനെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള രണ്ടാമത് യുടി ഏതാണ്? അത് ജമ്മു കാശ്മീർ ആണോ? ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള യുടി വെച്ചാൽ പറയാം, അതാണ് ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യസഭാ യുടി ആയത് ജമ്മു കാശ്മീർ. എത്ര സീറ്റ്? 4 സീറ്റ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള രണ്ടാമത് യുടി അതാണ് ഡൽഹി. എത്രയാ? ഡൽഹിക്ക് 3 സീറ്റ്. 3. അങ്ങനെ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള മൂന്നാമത് യുടി അങ്ങനൊന്നില്ല. അപ്പം യുടിക്ക് ആകെ എത്ര സീറ്റ് ഉണ്ട്? 8 ഉണ്ട്. അങ്ങനെയെങ്കിൽ ജമ്മു എത്ര കൊണ്ടുപോയി? 4. ഡൽഹി എത്ര കൊണ്ടുപോയി? 3. അപ്പൊ 4 3 ചേർത്താൽ 7. ബാക്കി എത്ര ഉണ്ട്? 1. 4 കൊണ്ടുപോയി. അത് പുതുച്ചേരിയാണ്. പുതുച്ചേരി. അപ്പൊ യുടിക്ക് ആകെ എത്ര രാജ്യസഭാ സീറ്റുകൾ? 8. അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാം? ജമ്മു എത്രയാ? 4. രണ്ടാമത്തതാ? ഡൽഹി എത്രയാ? 3. എത്രയാ? ബാക്കി എല്ലാത്തിനും ഒരു രാജ്യസഭാ സീറ്റുമില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആകെ എത്ര യുടി ഉണ്ട്? ആകെ എത്ര യുടി? 8 യുടി. 8 യുടിയിൽ രാജ്യസഭാ സീറ്റ് ഉള്ള എത്ര യുടി? 3. ഏതൊക്കെയാ? ജമ്മു, ഡൽഹി, പുതുച്ചേരി. ജമ്മു എത്രയാ? 4. ഓക്കെ, ഡൽഹി എത്രയാ? ഓക്കെ, പുതുച്ചേരി എത്രയാ? ബാക്കി എത്ര യുടി ഉണ്ട്? 8 എണ്ണത്തിന് 3 പോയി എത്രയാണ്? 5. ഈ 5 എണ്ണത്തിന് ഏതെങ്കിലും രാജ്യസഭ അല്ലെങ്കിൽ എത്രയെങ്കിലും രാജ്യസഭാ സീറ്റുകൾ ഉണ്ടോ? ഉണ്ടോ? അതായത് രാജ്യസഭാ സീറ്റുകൾ എത്ര യുടിയേ ഉള്ളൂ? 3 ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ള 5 എണ്ണത്തിന് രാജ്യസഭാ സീറ്റ് ഇല്ലാത്തത്? അവിടെ എന്തോ ഇല്ല. എത്ര പേരുണ്ട് ബാക്കി എല്ലാവരും? എന്തുകൊണ്ട്? ആരും പറയാൻ പറ്റുമോ? ഏകദേശം ഒക്കെ നമുക്ക് പറയാവുന്ന കുറച്ചുള്ളതാണ്. ഏകദേശം ഒക്കെയാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാം. അതായത് ബാക്കിയുള്ള 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിയമസഭകളില്ല. നിയമസഭയുള്ള എത്ര യുടിയുള്ളൂ? 3. ഏതൊക്കെയാ? ജമ്മു കാശ്മീർ, ഡൽഹി, പുതുച്ചേരി. നമ്മള് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി കിട്ടുന്നുണ്ട്. ഉപരത്തിൽ കിട്ടുന്നുണ്ടോ? ഓക്കെ, നമ്മള് ഡൽഹി മുഖ്യമന്ത്രി കിട്ടുന്നുണ്ട്. നമ്മള് പുതുച്ചേരി മുഖ്യമന്ത്രി കിട്ടുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആൻഡമാൻ നിക്കോബാർ മുഖ്യമന്ത്രി കിട്ടുന്നുണ്ടോ? ലക്ഷദ്വീപ് മുഖ്യമന്ത്രി കിട്ടുന്നുണ്ടോ? ദാമൻദ്വീപ് മുഖ്യമന്ത്രി കിട്ടുന്നുണ്ടോ? അവിടുന്ന് എന്തില്ല? മുഖ്യമന്ത്രി ഇല്ലെന്നല്ല, അവിടുന്ന് നിയമസഭയില്ല. ഓക്കെ, നിയമസഭ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ നേതാവായിട്ട് മുഖ്യമന്ത്രി വരത്തുള്ളൂ. ഇന്ത്യയിൽ നിയമസഭ എത്ര യുടികൾ? 3. ഏതൊക്കെയാ? ജമ്മു കാശ്മീർ, ഡൽഹി, പുതുച്ചേരി. അതുകൊണ്ടാണ് ആ 3 എണ്ണത്തിന് മാത്രം നമ്മൾ രാജ്യസഭാ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ആർക്ക്? ജമ്മുക്ക് എത്ര? 4. സെക്കൻഡ് ഡൽഹി എത്രയാ? 3. 7. പുതുച്ചേരി എത്രയാ? 1. ബാക്കി ഒന്നിനും ഇല്ല. അങ്ങനെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള സംസ്ഥാനം ഏതാ? അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എത്ര സീറ്റുകൾ? 12 ആണോ 13 ആണോ? 13. കറക്റ്റാണ്. 31. ചെറിയ വ്യത്യാസമാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. എത്രയാണ്? നമ്മുടെ കേരളത്തിന് 9 ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശിന് എന്തായാലും കുറച്ചുകൂടെ കൂടുതലാണല്ലോ. ഓക്കെ, എത്രയാണ്? 31. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള രണ്ടാം സംസ്ഥാനം മഹാരാഷ്ട്ര. എത്ര സീറ്റ്? മഹാരാഷ്ട്ര 19 സീറ്റ്. കറക്റ്റാണ്. 19 സീറ്റ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിന് എത്ര രാജ്യസഭാ സീറ്റ്? കേരളത്തിന് 9 രാജ്യസഭാ സീറ്റ്. കേരളത്തിന് 9 രാജ്യസഭാ സീറ്റ് ആണെങ്കിൽ കേരളത്തിൽ നിന്നും എത്ര മലയാളികൾ രാജ്യസഭ അംഗമായിട്ടുണ്ട്? 2. 3. ബാക്കി
ബാക്കിയുള്ളവരെല്ലാം ബംഗാളികൾ. ഈ 9 പേരും മലയാളിയല്ലേ? ഓക്കെ, അവരെ കൂടാതെ എത്ര പേരുണ്ട്? കറക്റ്റാണ്, 2 പേരുണ്ട്. അപ്പൊ എത്ര മലയാളികൾ രാജ്യസഭാംഗമായി കൊണ്ട്? 9 മലയാളികൾ. 11. അതായത് ഈ 9 പ്ലസ് നമ്മൾ എത്ര ചെയ്യണം? 2 കൂടെ ചെയ്യണം. അതായത് 9 പേര് കേരളത്തിലെ 140 MLA-മാരുടെ ഇറക്കിയത് വിട്ട 9 രാജ്യസഭ എംപിമാരുണ്ട്. ഈ 9 പേരെ കൂടാതെ എത്ര മലയാളികളുണ്ട്? 2 മലയാളികൾ. അപ്പം അടുത്ത ചോദ്യം, ആരൊക്കെയാണ് 2 മലയാളികൾ? KC വേണുഗോപാല് ഇതിപ്പോ ആലപ്പുഴ MP അല്ലേ? അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നു, പക്ഷെ നിലവിൽ ആലപ്പുഴ MP ആണ്. അപ്പൊ രാജ്യസഭാ അംഗത്വം മാറിയിട്ടുണ്ട്, അദ്ദേഹമല്ല. ജോർജ് കുര്യൻസ്, വെരി ഗുഡ് ആൻസർ. ഫസ്റ്റ് വൺ ജോർജ് കുര്യൻസ്. സുരേഷ് നമുക്ക് പിന്നെ കൊടുക്കുന്നത്. തൃശ്ശൂർ MP ഇല്ല, തൃശ്ശൂര് പുള്ളി എടുത്തില്ലേ? ജോൺ ബ്രിട്ടാസ്. ഈ 9 പേര് ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. ശശി തരൂർ. അപ്പൊ തിരുവനന്തപുരം MP അല്ല. രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല വെരി ഗുഡ് ആൻസർ. PT ഉഷ. ജോർജ് കുര്യനും PT ഉഷയും. ജോർജ് കുര്യനും PT ഉഷ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ജോർജ് കുര്യൻ എവിടുന്നാണ് രാജ്യസഭ MP ആയത്? രാജസ്ഥാനിൽ. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് പോകാൻ പറ്റുമോ? അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയല്ലേ? അത് ഏത് പാർട്ടിക്കാരൻ? BJP ആണ്. BJPക്ക് കേരള നിയമസഭയിൽ MLA-മാരും ഉണ്ടോ? ഇല്ല. അപ്പൊ BJPക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്തായിരിക്കും അദ്ദേഹം രാജ്യസഭ MP ആയത്. ഇത് നമുക്ക് ചിന്തിച്ച കിടത്തില്ല, പക്ഷെ അവർ ചിന്തിക്കാം. അങ്ങനെങ്കിൽ ഇദ്ദേഹം പോയ സംസ്ഥാനം കറക്റ്റാണത് മധ്യപ്രദേശാണ്. ഗുജറാത്ത് BJP ഗുജറാത്ത്. ഓക്കെ, മധ്യപ്രദേശ്. ഇതാണ് മധ്യപ്രദേശ്. അങ്ങനെയെങ്കിൽ രണ്ടാമത് വ്യക്തിയല്ല PT ഉഷ. അങ്ങനെയെങ്കിൽ PT ഉഷ എങ്ങനെയാണ് രാജ്യസഭ MP ആയത്? നോമിനേറ്റഡ്. അങ്ങനെയെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട എത്രാമത്തെ മലയാളിയാണ് PT ഉഷ? ആദ്യത്തെ മലയാളി. ഇപ്പൊ സർദാർ KM പണിക്കർ എത്രാമത്തെ മലയാളി? 7ാമത്തെ മലയാളി. വെരി ഗുഡ് ആൻസർ. 7ാമത്തെ മലയാളിയാണ് PT ഉഷ എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ PT ഉഷയാണ് 11ാമത്തെ അംഗം എന്ന് പറയുന്നത്. അപ്പം അതായത് 9 പേര് 9 സീറ്റിൽ നിന്ന് പോയി. അത് കൂടാതെ എത്ര പേര് പോയി? 2 പേര്. ആ 2 പേര് ആരൊക്കെയാ? ജോർജ് കുര്യനും PT ഉഷയും. ജോർജ് കുര്യൻ എവിടുന്ന് പോയി? മധ്യപ്രദേശ്. PT ഉഷ എങ്ങനെ പോയി? നോമിനേറ്റഡ്. എത്രാമത്തെ മലയാളി? 7ാമത്തെ മലയാളിയാണ് PT ഉഷ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സംസ്ഥാനം ഉത്തർപ്രദേശ്. എത്രയാ? 31. സെക്കൻഡ് എത്രയാ? 19. ഓക്കെ, അങ്ങനെയെങ്കിൽ കേരളം 9. എത്ര മലയാളികൾ? 11. 2 പേരായിരിക്കുക. ജോർജ് കുര്യനും PT ഉഷ. ജോർജ് കുര്യൻ എവിടെ പോയി? ഓക്കെ, PT ഉഷ നോമിനേറ്റഡ് ആണെങ്കിൽ ഏറ്റവും കുറവ് രാജ്യസഭാ സീറ്റുള്ള സംസ്ഥാനം. ഈ ഏറ്റവും കുറവ് രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് എത്ര സീറ്റാ? ഏറ്റവും കുറവ് രാജ്യസഭാ സീറ്റ് 0. നമുക്ക് ഇപ്പം കൂടെ നടത്തിക്കൊണ്ട് പോകും. എത്ര? അത് 1. ഏറ്റവും കുറവെന്ന് പറയാം. എത്രയാണ്? അങ്ങനെയെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമുള്ള എത്ര സംസ്ഥാനങ്ങൾ? അതാ അത് 8 സംസ്ഥാനം. വെരി ഗുഡ് ആൻസർ. 8 സംസ്ഥാനങ്ങൾ. അപ്പൊ 8 സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾക്ക് എത്ര രാജ്യസഭാ സീറ്റേ ഉള്ളൂ? ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു രാജ്യസഭാ സീറ്റ് എത്ര സംസ്ഥാനങ്ങൾ? 8. അപ്പൊ അടുത്ത ചോദ്യം ആരൊക്കെയാണെന്നോ? ഏതൊക്കെയാണ് ആ 8 സംസ്ഥാനങ്ങൾ? സിക്കിമുണ്ടോ? ഗോവയുണ്ട്. തെലങ്കാന നമുക്ക് അടുത്ത വർഷം കൊടുക്കാം. മിസോറാം ഉണ്ട്. നാഗാലാൻഡ് ഉണ്ട്. മണിപ്പൂരുണ്ട്. ത്രിപുരയുണ്ട്. മേഘാലയുണ്ട്. വേണാലയുണ്ട്. അരുണാചൽ പ്രദേശ്. ഏതൊക്കെയാണ് 7 സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. അതാണ് മേമ മീണ അർസി ഗോത്രി. എന്താണ് മേമ മീണ അർസി ഗോത്രി എന്ന് പറഞ്ഞേ? മേമ മീണ അർസി ഗോത്രി. നമുക്ക് നോക്കാം. ഒന്നാമത് എന്തായിരിക്കും? മേഘാലയ. ഓക്കെ, മണിപ്പൂർ. നാഗാലാൻഡ്. ഓക്കെ, മേമ ഇടയ്ക്ക് മീ ഉണ്ട് കേട്ടോ. മീഫോർ
മിസോറാം. നാഗാലാൻഡ്. ആർഫോർ അരുണാചൽ പ്രദേശ്. സി ഫോർ സിക്കിം. ഗോ ഫോർ 3 4 ത്രിപുര. അപ്പൊ ഏതൊക്കെയാന്ന് പറഞ്ഞേ? മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. പറഞ്ഞേ മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. ഒന്നുകൂടെ മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. 5 അരുണാചൽ പ്രദേശ്. 5 അഞ്ചെന്ന് പറഞ്ഞേ? മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, ത്രിപുര. പറഞ്ഞേ സിക്കിം, ഗോവ, ത്രിപുര. എന്ന് പറഞ്ഞേ സിക്കിം, ഗോവ, ത്രിപുര. ആ ഏതാണെന്ന് ആരംഭിച്ചു പറഞ്ഞ ഏതൊക്കെയാ? മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, ത്രിപുര. ഒന്നുകൂടെ മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, ത്രിപുര. ഈ 8 സംസ്ഥാനത്തും എത്ര രാജ്യസഭാ സീറ്റ്? ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെങ്കിൽ നമ്മുടെ രാജ്യസഭയ്ക്ക് എത്ര സംവരണ സീറ്റുകളുണ്ട്? രാജ്യസഭയ്ക്ക് എത്ര സംവരണ സീറ്റുകൾ?